ഹലോ, നമസ്കാരം. ഏവർക്കും SPN ടിപ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തൊരു ക്ലാസ്സിൽ ഒരു LP, UP എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു ഐഡിയ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് അതിൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. എന്താണ്? സിലബസ് പ്രിൻ്റ് എടുക്കുക എന്നുള്ളത്. അങ്ങനെ പ്രിൻ്റ് ചെയ്ത് വെച്ച സിലബസ് ഒന്ന് നമുക്ക് അനലൈസ് ചെയ്ത് നോക്കാം. അതിലെന്തൊക്കെയാണ് പഠിക്കാനുണ്ട്, ഏതൊക്കെ സബ്ജക്റ്റ് ഇൻക്ലൂഡഡ് ആണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ ഇന്ന് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ഉണ്ട്, അത് കാണാത്തവരൊന്ന് പോയി കാണണേ. അതിലെങ്ങനെയാണ് LP, UP പഠനം സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ബ്രീഫ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് കഴിഞ്ഞ 2023 LPSCയുടെയും UPSCയുടെയും സിലബസ്. അതുപോലെ തന്നെ അതിൻ്റെ മുമ്പ് നടന്നിട്ടുണ്ടായിരുന്ന NC എക്സാമിൻ്റെയും സിലബസ് ഇത് തന്നെയായിരുന്നു. കഴിഞ്ഞ തവണ മാറിയ സിലബസ് ആയതുകൊണ്ട് തന്നെ അടുത്ത എക്സാമിനും പ്രത്യേകിച്ച് മാറ്റമൊന്നും വരാൻ ചാൻസ് ഇല്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ ഒരു സിലബസ് വെച്ചിട്ട് നമുക്ക് പഠിച്ചു തുടങ്ങാം. ആ ഒരു സിലബസിൻ്റെ ഫസ്റ്റ് പോർഷന് പാർട്ട് 1 ഫസ്റ്റ് പോർഷനാണ് ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വായിക്കുമ്പോൾ മനസ്സിലാകും. പാർട്ട് 1 ഫസ്റ്റ് പോർഷനിൽ കേരള ഹിസ്റ്ററി അല്ലെങ്കിൽ ഒരു ഹിസ്റ്ററിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പോർഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ കേരള ഹിസ്റ്ററി, അതുപോലെ തന്നെ ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി ഇതൊക്കെ വരുന്നുണ്ട്. കേരള ഹിസ്റ്ററിയിൽ പഠിക്കാനുള്ള ടോപ്പിക്കുകൾ 3 ടോപ്പിക്കായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തേത് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങൾ, രണ്ടാമത്തേത് കേരള നവോത്ഥാനം, മൂന്നാമത്തേത് ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ. ഇതിൽ ഓരോന്നിലും എന്തെല്ലാം പഠിക്കണം എന്നുള്ളത് വ്യക്തമായിട്ട് അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊന്നാമത്തെ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങളിൽ പഴശ്ശി വിപ്ലവം, അതുപോലെ തന്നെ വെയിലത്തമ്പി, പാലിയത്തച്ഛൻ, പിന്നെ കുറിച്യർ കലാപം ഇവയൊക്കെയാണ് പഠിക്കാനുള്ളത്. ഇനി കേരള നവോത്ഥാനത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, കേരള നവോത്ഥാനത്തിൽ ഒരുപാട് നവോത്ഥാന നായകർ ഇൻവോൾവ്ഡ് ആയിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ചില നവോത്ഥാന നായകരെ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ആദ്യം ഈ പറഞ്ഞിട്ടുള്ള ആളുകളെ തറവാക്കി പഠിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ അഡീഷണലായിട്ടുള്ള നായകന്മാരെയും നിങ്ങൾക്ക് പഠിക്കാം. ഇതിൽ പറഞ്ഞിട്ടുള്ളത് വൈകുണ്ഠ സ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു, കുര്യാക്കോസ് എലിയാസ് ചാവറ, അയ്യങ്കാളി, വക്കം അബ്ദുൽ ഖാദർ മൗലവി, വാഗ്ബടാനന്ദൻ, സഹോദരൻ അയ്യപ്പൻ, പണ്ഡിറ്റ് KP കറുപ്പൻ, മന്നത്ത് പത്മനാഭൻ, VT ഭട്ടതിരിപ്പാട്, കുമാരഗുരുദേവൻ ഇവരൊക്കെയാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ വൈക്കം സത്യാഗ്രഹം പഠിക്കാനുണ്ട്, ഗുരുവായൂർ സത്യാഗ്രഹം പഠിക്കാനുണ്ട്, ക്ഷേത്രപ്രവേശന വിളംബരവും പഠിക്കാനുണ്ട്. അടുത്ത ടോപ്പിക്കാണ് ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ. പണ്ട് കാലത്ത് നമ്മളെ കേരളത്തിനെ 3 ഭാഗങ്ങളായിട്ടായിരുന്നു വിഭജിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ? തിരുവിതാംകൂറും കൊച്ചിയും മലബാറും. ഈ ഓരോ റീജിയനിലും നടന്നിട്ടുണ്ടായിരുന്ന ദേശീയ പ്രസ്ഥാനങ്ങളെക്കുറിച്ചാണ് അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ തിരുവിതാംകൂറിൽ നടന്നിട്ടുണ്ടായിരുന്ന മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ, നിവർത്തന പ്രക്ഷോഭം, പുന്നപ്ര വയലാർ സമരം, അതിൽ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെക്കുറിച്ചും കൂടി പഠിക്കാനുണ്ട്. ഇനി കൊച്ചിയിൽ നടന്നിട്ടുണ്ടായിരുന്ന ഇലക്ട്രിസിറ്റി സമരം, കൊച്ചി രാജ്യപ്രജാ മണ്ഡലം, അതുപോലെ തന്നെ മലബാറിൽ നടന്നിട്ടുണ്ടായിരുന്ന ഖിലാഫത്ത് പ്രസ്ഥാനം, മലബാർ കലാപം, ഉപ്പു സത്യാഗ്രഹം ഇവയൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് പഠിക്കാനുള്ളത്. കേരള ഹിസ്റ്ററി നമ്മൾ കണ്ടു, എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് നമുക്ക് മനസ്സിലായി. ഇനി അടുത്തത് ഇന്ത്യൻ ഹിസ്റ്ററിയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചാണ് പഠിക്കാനുള്ളത്. അതിൽ ആദ്യത്തെ ടോപ്പിക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് INCനെ കുറിച്ചാണ്. മഹാത്മാഗാന്ധി, ഭഗത് സിംഗ്, സുഭാഷ് ചന്ദ്രബോസ് ഇവരെയൊക്കെ കുറിച്ച് പഠിക്കാനുണ്ട്. ശേഷം സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്കറിയേണ്ടതായിട്ടുണ്ട്. അതിൽ ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങളും ഇന്ത്യയും ബഹിരാകാശ ഗവേഷണവും ഈ ടോപ്പിക്കുകളാണ് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ പഠിക്കാനുള്ളത്. ഇനി അടുത്തതായിട്ട് പഠിക്കാനുള്ളത് വേൾഡ് ഹിസ്റ്ററിയാണ്, ലോക ചരിത്രം. വേൾഡ് ഹിസ്റ്ററിയിൽ നദീതട സംസ്കാരങ്ങളെക്കുറിച്ച് മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ തന്നെ ഹാരപ്പൻ സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരം, മെസപ്പൊട്ടോമിയൻ സംസ്കാരം, ചൈനീസ് സംസ്കാരം, ഈ ഒരു 4 സംസ്കാരങ്ങളെക്കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പാർട്ട് 1 ഫസ്റ്റ് സെക്ഷനിലുള്ള 10 മാർക്കിൻ്റെ കൂടെ തന്നെ 2 മാർക്കിൻ്റെ കറണ്ട് അഫെയറും കൂടി നമ്മളോട് ചോദിക്കാറുണ്ട്.
ഏകദേശം 12 മാർക്കിനാണ് ഈ ഒരു ഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. ഇപ്പോൾ സിലബസിൻ്റെ പാർട്ട് 1 ഭാഗമാണ് നമ്മൾ കണ്ടത്. പാർട്ട് 1 ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞു. ഇനി സെക്കൻഡ് സെക്ഷനിൽ 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസാണ് വരാറുള്ളത്. ഇതിൽ ഭൂമിശാസ്ത്രം, സാമ്പത്തിക ശാസ്ത്രം, രാഷ്ട്രതന്ത്രശാസ്ത്രം, സമൂഹശാസ്ത്രം ഇവയെല്ലാം ഇൻക്ലൂഡഡ് ആണ്. ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള ഭൂമിശാസ്ത്രം, ജിയോഗ്രഫിയിൽ ഇന്ത്യൻ ജിയോഗ്രഫിനെ കുറിച്ചാണ് കൂടുതലായിട്ട് കൊടുത്തിട്ടുള്ളത്. അതിൽ ഇന്ത്യയുടെ ഭൂപ്രകൃതി, കാലാവസ്ഥ, നദികൾ, മണ്ണിനങ്ങൾ, ഗതാഗത മാർഗ്ഗങ്ങൾ, അന്തരീക്ഷ ഘടന ഇതൊക്കെയാണ് പഠിക്കാനുള്ളത്. ഇനി സാമ്പത്തിക ശാസ്ത്രം, എക്കണോമിക്സിലേക്ക് വരുമ്പോൾ ബാങ്കുകളെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. റിസർവ് ബാങ്ക്, വാണിജ്യ ബാങ്ക്, ബാങ്കുകളുടെ ദേശസാൽക്കരണം ഇവയെല്ലാമാണ് എക്കണോമിക്സിൽ പഠിക്കാനുള്ളത്. ഇനി അടുത്ത ടോപ്പിക്ക് രാഷ്ട്രതന്ത്രശാസ്ത്രം, പൊളിറ്റിക്കൽ സയൻസ് ആണ്. അതിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും അതിൻ്റെ സവിശേഷതകളാണ് പഠിക്കാനുള്ളത്. അതിൽ ആമുഖം, മൗലികാവകാശങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ ഇവയൊക്കെയാണ് പഠിക്കാനുള്ളത്. അതിൽ തന്നെ ഇന്ത്യയുടെ ഗവൺമെൻറ്, ലോക്സഭ, രാജ്യസഭ, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, സുപ്രീം കോടതി, ഹൈക്കോടതി ഇവയും കൂടി പഠിക്കാനുണ്ട്. ഇനി അടുത്ത ടോപ്പിക്കാണ് സമൂഹശാസ്ത്രം. സമൂഹശാസ്ത്രത്തിൽ 2 ടോപ്പിക്കേ കൊടുത്തിട്ടുള്ളൂ, കുടുംബം, സമൂഹീകരണം എന്നിവ. ഇതും കൂടി പഠിച്ചാൽ ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ആയി. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ 4 ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫെയറും 2 മാർക്കിന് ചോദിക്കാറുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഹിസ്റ്ററിയുടെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ്. ഇനി വരുന്നത് സയൻസ് സബ്ജക്റ്റാണ്. അതിൽ ഭൗതികശാസ്ത്രം, ഫിസിക്സ് 7 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസാണ് വരുന്നത്. അതിൽ കൊടുത്തിട്ടുള്ള ടോപ്പിക്കുകൾ അളവുകളും യൂണിറ്റുകളും, ചലന സമവാക്യങ്ങൾ, ചലന നിയമങ്ങൾ, തരംഗചലനം, ശബ്ദം, ബലം, പ്രവൃത്തി, ഊർജം, പവർ, ഗുരുത്വാകർഷണം, ദ്രവബലങ്ങൾ, സ്ഥിതവൈദ്യുതി, ധാരാവൈദ്യുതി, വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലങ്ങൾ, കാന്തികത, വൈദ്യുതകാന്തിക ഫലം, വൈദ്യുതകാന്തിക പ്രേരണം, പ്രകാശത്തിൻ്റെ പ്രതിപതനം, അപവർത്തനം, കാഴ്ച, പ്രകാശ പ്രകീർണനം, പ്രകാശ വിസരണം, പ്രകാശ മലിനീകരണം, ഊർജ പരിപാലനം. ഇത്രയും കാര്യങ്ങളാണ് ഫിസിക്സിൻ്റെ ഭൗതികശാസ്ത്രത്തിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത്. അതുപോലെ തന്നെ 2 മാർക്കിൻ്റെ കറണ്ട് അഫെയറും കൂടി ഈ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കുക. അടുത്തത് രസതന്ത്രത്തിൻ്റെ പോർഷൻസ് നോക്കുകയാണെങ്കിൽ അഥവാ കെമിസ്ട്രീൻ്റെ പോർഷൻസിൽ 7 മാർക്കിനാണ് കെമിസ്ട്രിയും വരുന്നത്. അതിലെ ടോപ്പിക്കുകൾ രാസമാറ്റങ്ങൾ, ഭൗതിക മാറ്റങ്ങൾ, ആറ്റത്തിൻ്റെ ഘടന, രാസബന്ധനം, പീരിയോഡിക് ടേബിൾ, ക്രമാവർത്തന പ്രവണതകൾ, ലായനികൾ, വൈദ്യുത രസതന്ത്രം, വാതക നിയമങ്ങൾ, രാസപ്രവർത്തന വേഗം സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, ആസിഡുകൾ, ബേസുകൾ, ലവണങ്ങൾ, ലോഹങ്ങൾ, ലോഹനിർമ്മാണം, അലോഹ സംയുക്തങ്ങൾ, ഓർഗാനിക് സംയുക്തങ്ങൾ, അതിൻ്റെ നാമകരണം, ഐസോമറിസം, രാസപ്രവർത്തനങ്ങൾ. ഇത്രയും കാര്യങ്ങളാണ് കെമിസ്ട്രിയിൽ പഠിക്കാനുള്ളത്. എല്ലാത്തിൻ്റെയും പോലെ തന്നെ 2 മാർക്കിനുള്ള കറണ്ട് അഫെയർ ക്വസ്റ്റ്യൻസും ഇതിലും ഉണ്ടാകും. അടുത്തതായിട്ട് ജീവശാസ്ത്രം, ബയോളജിയിൽ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ് വരുന്നത്. മറ്റേത് രണ്ടിലും നമ്മൾ 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ് കണ്ടത്. ഇതിൽ 6 മാർക്കിൻ്റെ ആയിരിക്കും വരുന്നുണ്ടാവുക. ജീവശാസ്ത്രത്തിൽ പഠിക്കാനുള്ള ടോപ്പിക്കുകൾ എന്ന് പറഞ്ഞാൽ കോശങ്ങളുടെ ഘടന, കലകൾ, കൃഷി പരിസ്ഥിതി, വർഗീകരണം, ജനിതക ശാസ്ത്രം, പ്രകാശ സംശ്ലേഷണം, ദഹന വ്യവസ്ഥ, വിസർജന വ്യവസ്ഥ, പ്രത്യുൽപാദന വ്യവസ്ഥ, നാഡീവ്യവസ്ഥ, ഇന്ദ്രിയങ്ങൾ, രോഗങ്ങളും ആരോഗ്യ പരിപാലനവും, വിറ്റാമിനുകൾ, മിനറലുകൾ, എൻസൈമുകൾ, ഹോർമോൺസ്. എല്ലാത്തിൻ്റെയും പോലെ തന്നെ 2 മാർക്കിനുള്ള കറണ്ട് അഫെയർ ക്വസ്റ്റ്യൻസും ബയോളജിയിൽ നിന്നും പ്രതീക്ഷിക്കാം. ഇനി അടുത്തത് പാർട്ട് 3യിലേക്കാണ്. പാർട്ട് 3യിൽ മാത്തമാറ്റിക്സ് ആണ് വരുന്നത്. നമ്മൾ പാർട്ട് 1 ഹിസ്റ്ററി പോർഷൻസ് കണ്ടു, ഹിസ്റ്ററി, ജിയോഗ്രഫി അങ്ങനെയുള്ള പോർഷൻസൊക്കെ കണ്ടു. പാർട്ട് 2ലാണ് സയൻസ് ആയിട്ടുള്ള പോർഷൻസ് കണ്ടത്. പാർട്ട് 3യിൽ മാത്സ് ആണ് വരുന്നത്. അതിൽ തന്നെ ടോപ്പിക്കുകൾ ഭിന്നസംഖ്യകൾ, ദശാംശ സംഖ്യകൾ, വർഗവും വർഗമൂലവും, ശരാശരി, പാറ്റേണുകൾ, അനുപാതം, അംശബന്ധം, ശതമാനം, സമയവും ജോലിയും, ദൂരവും സമയവും, ക്ലോക്ക്, കോണുകൾ, പലിശ, കൂട്ടുപലിശ, ജാമിതി, ചെറു പൊതുഗുണിതവും വൻ പൊതുഗുണിതവും, ലാഭം നഷ്ടം, മെട്രിക് അളവുകൾ, സർവ്വസമവാക്യങ്ങൾ, സാംഖ്യകം ഇതൊക്കെയാണ് മാത്സിൽ പഠിക്കാനുള്ളത്. മാത്സിന് 15 മാർക്കാണ് വരുന്നത്. LP UPയിലെ അത്യാവശ്യം സ്കോർ ചെയ്യാൻ പറ്റിയ നല്ല മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉള്ളൊരു സബ്ജക്റ്റാണ് മാത്സ്. നന്നായി ചെയ്ത് തന്നെ പഠിക്കാൻ ശ്രമിക്കാം.
അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുട്ടികളുടെ സൈക്കോളജി അറിഞ്ഞ് പഠിപ്പിക്കുക എന്നത് വളരെയധികം അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ? അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മുടെ ടീച്ചിങ് എക്സാമിൽ ഒരു മേജർ പോർഷനായിട്ട് തന്നെ എഡ്യൂക്കേഷനും സൈക്കോളജിയും വരുന്നുണ്ട്. അത് നമ്മുടെ LP UP സിലബസിലും അങ്ങനെ തന്നെ ഉൾക്കൊണ്ടിട്ടുണ്ട്. 20 മാർക്കിനുള്ള എഡ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് സൈക്കോളജി എന്ന പോർഷനാണ് പാർട്ട് 4ൽ കൊടുത്തിട്ടുള്ളത്. അതിൽ ഒരുപാട് ടോപ്പിക്സ് തന്നിട്ടുണ്ട്. പഠനത്തെക്കുറിച്ചുള്ള വിവിധ സമീപനങ്ങൾ, നിയമങ്ങൾ, സിദ്ധാന്തങ്ങൾ, പിന്നെ മനഃശാസ്ത്രജ്ഞരും ആശയങ്ങളും, വിദ്യാഭ്യാസ ചിന്തകരും ദർശനങ്ങളും, മനഃശാസ്ത്ര പരീക്ഷണങ്ങൾ, ബുദ്ധി, വ്യക്തിത്വം, വികാസ തലങ്ങൾ, വികാസ തത്വങ്ങൾ, വൈജ്ഞാനിക വികാസം, സാമൂഹിക വികാസം, സന്മാർഗിക വികാസം, പാരമ്പര്യവും പര്യാവരണവും, അഭിക്ഷമതാ പരീക്ഷകൾ, അഭിപ്രേരണ, സമായോജന ക്രിയാതന്ത്രങ്ങൾ, മനഃശാസ്ത്ര ഗവേഷണോപാധികളും രീതികളും, കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട്, ക്ലാസ് മുറിയിലെ പഠനപ്രക്രിയ, പഠനതന്ത്രങ്ങൾ, വിവരവിനിമയ സാങ്കേതിക വിദ്യാ സാധ്യതകൾ, പഠന വൈകല്യം, പ്രത്യേക പരിഗണന അർഹിക്കുന്നവരുടെ പഠനം, കുട്ടിയും അറിവ് നിർമ്മാണവും, പഠനരീതികൾ, വിദ്യാഭ്യാസ പ്രൊജക്റ്റുകൾ, കേരള പാഠ്യപദ്ധതി സമീപന രേഖ, കേരള വിദ്യാഭ്യാസ ഭരണ സംവിധാനം, വിദ്യാഭ്യാസ ഏജൻസികൾ, വിദ്യാഭ്യാസ കമ്മീഷനുകൾ, ഇവയൊക്കെയാണ് പഠിക്കാനുള്ളത്. ഇനി അടുത്തതായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗം തന്നെയാണ് പാർട്ട് 5ൽ 10 മാർക്കിന് കൊടുത്തിട്ടുള്ള ജനറൽ ഇംഗ്ലീഷ്. ഇതിൽ ലാംഗ്വേജ് ആൻഡ് കോംപ്രഹെൻഷൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഗ്രാമർ ടോപ്പിക്സ് വരുന്നുണ്ട്, പെഡഗോഗി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ് വരുന്നുണ്ട്. ഗ്രാമറിൽ ആർട്ടിക്കിൾ, കങ്കോഡ്, ടെൻസ് ആൻഡ് ടൈം, പ്രിപ്പൊസിഷൻ, ഫ്രേസൽ വെർബ്സ്, ഡിറ്റർമിനേഴ്സ്, ജെറൻസ്, ലിങ്കേഴ്സ്, ഓക്സിലറീസ്, വെക്കാബുലറി, ഇതെല്ലാമാണ് ഗ്രാമറിൽ വരുന്ന പോർഷൻസ്. അടുത്ത പെഡഗോഗി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്ങിൽ ലാംഗ്വേജ് അക്വിസിഷൻ ആൻഡ് ലേണിംഗ്, ലാംഗ്വേജ് ആൻഡ് തോട്ട് വരുന്നുണ്ട്, ലാംഗ്വേജ് സ്കിൽസ് വരുന്നുണ്ട്, ഒബ്ജക്റ്റീവ്സ് ഓഫ് ലാംഗ്വേജ് ടീച്ചിങ് ഇൻ LP ക്ലാസ്സസ് വരുന്നുണ്ട്, അസസ്മെൻറ്റ് ആൻഡ് ഇവാലുവേഷൻ ഓഫ് ലാംഗ്വേജ് ടീച്ചിങ് വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ജനറൽ ഇംഗ്ലീഷിൽ വരുന്ന പോർഷൻസ്. ഇനി അടുത്തത് പാർട്ട് 6ൽ മലയാളമാണ്. മലയാളവും 10 മാർക്കിനാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതിൽ സാഹിത്യപരമായിട്ടും ഭാഷാപരം അതുപോലെ തന്നെ ബോധനശാസ്ത്രപരമായിട്ടുള്ളതുണ്ട്. സാഹിത്യപരത്തിൽ കവിതാ സാഹിത്യം, കഥാസാഹിത്യം, നോവൽ, ആത്മകഥ, വൈജ്ഞാനിക സാഹിത്യം, ബാലസാഹിത്യമൊക്കെ വരുന്നുണ്ട്. ഇനി ഭാഷാപരത്തിൽ ഭാഷാചരിത്രം, ഭാഷാഭേദം, പ്രായോഗിക വ്യാകരണം, പദശുദ്ധി, പദങ്ങൾ സമാസിക്കലും വിഗ്രഹിക്കലും, വാക്യരൂപങ്ങൾ, അനുപ്രയോഗം, വാക്യഘടനയും വാക്യശുദ്ധിയും, ലിംഗം, വചനം തുടങ്ങിയവ, കാലം, അർത്ഥബോധം, കാവ്യബോധം, അവതാരണം, ഇതൊക്കെയാണ് നമുക്ക് ഭാഷാപരത്തിൽ പഠിക്കാനുള്ളത്. ഇനി ബോധനശാസ്ത്രപരം എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത് നമ്മൾ മലയാളം ടീച്ചിങ് എങ്ങനെയാണ്, മലയാളം ടീച്ചിങ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെയുള്ള ഒരു കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. നമ്മൾ സൈക്കോളജി പെഡഗോഗിയിലൊക്കെ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെ ഒരു മലയാളം ലാംഗ്വേജ് എടുക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കണം എന്നാണ് ഇവിടെ പരാമർശിക്കുന്നത്. അതിൽ ഉദ്ഗ്രഥിത സമീപനം വരുന്നുണ്ട്, പിന്നീട് ഭാഷാ പഠന സിദ്ധാന്തങ്ങൾ വരുന്നുണ്ട്, പിന്നെ ആസൂത്രണം, അതിൽ വാർഷികാസൂത്രണം, യൂണിറ്റ് ആസൂത്രണം, ദൈനംദിന ആസൂത്രണം, വിലയിരുത്തൽ, ഇവയൊക്കെയാണ് ഇതിൽ വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സിലബസിൽ വ്യക്തമായിട്ട് ഓരോ ടോപ്പിക് വൈസ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായി പഠിക്കാം. ഇനി നിങ്ങൾ കണ്ടിട്ടുണ്ടാകും സിലബസിൻ്റെ ലാസ്റ്റ് കൊടുത്തിട്ടുള്ള ഏറ്റവും അവസാനം കൊടുത്തിട്ടുള്ള ഒരു നോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോർഷനാണിത്. It may be noted that apart from the topic detailed above, questions from other topics prescribed for the educational qualification of the post may also appear in the question paper. There's no undertaking that all the topics above may be covered in the question paper. ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ ക്വസ്റ്റ്യൻസും സിലബസിൽ നിന്ന് തന്നെ വരണമെന്നൊന്നുമില്ല. ചിലപ്പോൾ ഔട്ട് ഓഫ് സിലബസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും വന്നേക്കാം എന്നൊരു ഡിസ്ക്ലെയിമറാണ് അതിൻ്റെ ലാസ്റ്റ് കൊടുത്തിട്ടുള്ളത്. എന്ന് കരുതി എല്ലാ ക്വസ്റ്റ്യൻസും സിലബസിൽ നിന്ന് പുറത്താവണമെന്നൊന്നുമില്ല. ഒരു 95 അല്ലെങ്കിൽ ഒരു 99% ക്വസ്റ്റ്യൻസും സിലബസിൽ നിന്ന് തന്നെയാണ് ചോദിക്കാറുള്ളത്. ചിലപ്പോൾ ചെറിയ രീതിയിലൊക്കെ ഔട്ട് ഓഫ് സിലബസ് ചോദിച്ചേക്കാം.
അങ്ങനെ എങ്ങാനും ചോദിച്ചാൽ അതിൽ PSനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം സിലബസ് തന്ന സമയത്ത് അവർ ഓൾറെഡി ഇവിടെ നമ്മളോട് പറഞ്ഞ കാര്യമാണത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, ആദ്യം ഈ പറഞ്ഞിട്ടുള്ള സിലബസിലുള്ള എല്ലാ കാര്യങ്ങളും നന്നായി പഠിച്ചതിന് ശേഷം അഡീഷണൽ പോയിൻറ്റ്സ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. ഈ സിലബസ് കൊടുത്ത പ്രകാരം സിലബസിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള ടോപ്പിക്സും നന്നായി നല്ല രീതിയിൽ നോക്കിയതിന് ശേഷം മാത്രം അഡീഷണൽ പോയിൻറ്റ്സിലേക്കും അഡീഷണൽ ടോപ്പിക്കുകളിലേക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ പോകാം. ആദ്യം ഈ സിലബസ് നോക്കാതെ അഡീഷണൽ ടോപ്പിക്കുകളിലേക്ക് പോകുകയേ വേണ്ട. എല്ലാ ടോപ്പിക്സും നല്ല വൃത്തിയിൽ കവർ ചെയ്തതിന് ശേഷം എന്തെങ്കിലും ക്വസ്റ്റ്യൻസൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു അഡീഷണൽ പോയിൻറ്റോ അല്ലെങ്കിൽ അഡീഷണൽ ടോപ്പിക് എന്നുള്ള ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും കാണുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം നോക്കി പോകുന്നതായിരിക്കും ബെറ്റർ. എന്തായാലും ഇപ്പോൾ കുറച്ചായിട്ട് സിലബസ് ബേസ്ഡ് ആയിട്ട് തന്നെയാണ് PSC ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം സിലബസ് കവർ ചെയ്യുക, സിലബസിൽ മാക്സിമം പഠിക്കാൻ നോക്കാം. പിന്നെ ഒരു എക്സാമിന് അപ്പിയർ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ സിലബസ് മുഴുവൻ കവർ ചെയ്ത് മുഴുവൻ തറവാക്കി പോകുക എന്നുള്ളതൊന്നും ചിലപ്പോൾ പോസിബിൾ ആവണമെന്നൊന്നുമില്ല. എങ്കിലും പഠിക്കുന്ന കാര്യം മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ച് ഏറ്റവും കൂടുതൽ ഏതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നൊക്കെ നോക്കിയിട്ട് പഠിക്കുന്ന കാര്യം വൃത്തിക്ക് പഠിച്ചു പോയാൽ ഈ എക്സാം എന്തായാലും ക്രാക്ക് ചെയ്യാൻ കഴിയും. സിലബസിനെ കുറിച്ചുള്ള ഒരു ജനറൽ ഔട്ട്ലൈൻ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വേണമെങ്കിൽ ഓരോ സബ്ജക്റ്റ് വൈസ് ആയിട്ട് അതിലെന്തൊക്കെയാണ് പഠിക്കേണ്ടത്, മൊത്തത്തിലുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ഏതിനാണ്, ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത് ഏതാണ്, ഏതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കണം, ഇതെല്ലാം പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാം. പിന്നെ ഏതൊക്കെ SCERT പോർഷൻസ് ആണെന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ, നിങ്ങൾക്ക് വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഏതൊക്കെയാണ് SCERT പോർഷൻസൊക്കെ ഞാൻ പറഞ്ഞു തരാം. അതിനനുസരിച്ച് പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അടുത്ത 2027 LP-UP നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ കഴിയും. നിങ്ങളെ കൊണ്ട് ഈ സിലബസ് കവർ ചെയ്യാനും ഈ സിലബസിലുള്ള ഓരോ കാര്യങ്ങളും പഠിച്ചെടുക്കാനും സാധിക്കുമെന്നുള്ളത് ഒരു സംശയവുമില്ല. ചെറിയൊരു സിലബസാണ്, നിങ്ങളെക്കൊണ്ട് സാധിക്കും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കൂ. നെക്സ്റ്റ് എക്സാം, നെക്സ്റ്റ് LP-UP നിങ്ങൾക്കുള്ളത് തന്നെയാണ്. ആ ഒരു ഉറച്ച വിശ്വാസത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഓൾ.